ആരെ പേടിപ്പിക്കുന്നേ? ഡിവോഴ്സ് അവളുടെ ഉമ്മാക്ക് അവളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി. MLA പോയ MP വരും. ഡിവോഴ്സ് വാങ്ങട്ടെ. അവളുടെ അപ്പുറത്തവളെ കൊണ്ട് അടുത്ത നിമിഷം നന്ദന്റെ കല്യാണം. പതുക്കെ പതുക്കെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ബഹളം വെക്കരുതെന്ന്. ആരെ ബഹളം വെക്കുന്നു? ഞാൻ കാര്യം പറഞ്ഞ കുഞ്ഞു കേട്ട അതിനും മനസ്സിലാവും ഞാൻ എന്റെ ഭാഗത്താന്ന്. അല്ല രജനി, ഈ ഒരു കാര്യത്തിൽ ദേവികയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുന്നു, ഭാര്യയുടെ ഫയല് മോഷ്ടിക്കുന്നു, വിശ്വാസം തീരുകയല്ലേ? കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന തന്നെ ബന്ധത്തിന്റെ ബലത്തിലല്ലേ? അല്ലമ്മേ, ഒരു ഭാഗത്തെ ന്യായം മാത്രം കേട്ടാ പോരല്ലോ. നന്ദൻ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്നും കേൾക്കണ്ടേ? കേൾക്കണ്ട. അത് മാത്രമല്ല, അവനെന്താ ഇക്കാര്യത്തിൽ ഇത്രമാത്രം പറയാനുള്ളത്? ആകെ പറയാനുള്ളത് ഒരു മാപ്പാ. ഇങ്ങനൊരു തെറ്റിന് മാപ്പ് പറഞ്ഞു എന്ന് വെച്ച് അത് കൊടുക്കാൻ ദേവികയെ പോലൊരു പെണ്ണിന് സാധിക്കില്ല. വേണ്ട, കൊടുക്കണ്ട. ഉർവശി ശാപ ഉപകാരം ഒന്ന് പറയില്ലേ? അതാ ഇവിടെ സംഭവിച്ച. അവളൊന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതിയെന്ന് പ്രാർത്ഥിച്ചാ ഞാനിരുന്നേ. അത് ഈ രീതിയിലങ്ങ് ഒത്തു വന്നു. എന്നാലേ വേറൊരു ചൊല്ലുണ്ട്, വിനാശകാലെ വിപരീത ബുദ്ധിന്ന്. നന്ദനും ഇപ്പൊ നിനക്കും ഒക്കെ അതാ സംഭവിച്ചിരിക്കുന്നത്. സ്ഥിരബുദ്ധി അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുക. ദേവികയെ പോലൊരു പെണ്ണിന്റെ വില നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. അവളെ ദ്രോഹിച്ചതും പോരാ, പിന്നെ ഞാൻ കണ്ടുപിടിക്കുന്നു. രജനി, സ്വന്തം കുടുംബത്തിലുള്ളവർ തെറ്റ് ചെയ്താൽ നമ്മളത് തിരുത്താനാ നോക്കേണ്ടത്. അതുമാത്രമല്ല, ദേവിക ചന്ദ്രോത്തുനിന്ന് പോയെന്നല്ലാതെ മറ്റു തീരുമാനമൊന്നും എടുത്തിട്ടില്ലല്ലോ. അവളെ എടുത്തോട്ടെ, ആരാ വേണ്ടാന്ന് പറഞ്ഞ? അവള് പോട്ടെ, അപ്പൊ അറിയാം. അപ്പൊ എന്തു പറ്റൂന്നാ? അപ്പൊ എന്തു പറ്റൂന്ന് പറ്റും അറിയാം. കണ്ണില്ലാതാവുമ്പോ എങ്ങനെയാന്ന് ആ അവസ്ഥ വന്നാലേ മനസ്സിലാക്കാൻ പറ്റൂ. നീ ദുരഭിമാനം വെച്ചിട്ടാ ദേവികയ്ക്കെതിരെ പറയുന്നൊക്കെ. നിനക്ക് പറഞ്ഞാലെന്താ, അനുഭവിക്കുന്നൊക്കെ നന്ദനല്ലേ. ഗിരി പറയുന്ന കേട്ടാ എനിക്ക് അവളോട് പ്രത്യേകിച്ച് എന്തോ വിരോധം ഉണ്ടെന്ന് തോന്നുമല്ലോ. ഉണ്ട്, നിനക്ക് വിരോധമുണ്ട്. അവൾ MLA ആയത് മുതൽ നിനക്ക് അവളോട് ദേഷ്യം തന്നെയാ. അവൾ ചെയ്യുന്ന എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കും. രജനി, നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. ആ പറ. അസൂയ. ആ, നിനക്കാകാൻ പറ്റാത്തതൊക്കെ ദേവിക സാധിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അസൂയ. മുമ്പ് നിന്നെ ആശ്രയിച്ചിരുന്ന ദേവിക സ്വന്തം കാലിൽ നിന്നപ്പോൾ ഉണ്ടാവുന്ന കുശുമ്പ്. അത് തീർക്കാനാ ദേവിക എന്ത് കാര്യം ചെയ്താലും നീ അതിൽ കുറ്റം കണ്ടുപിടിക്കുന്നത്. കുറ്റം ദേവികക്കല്ല, നിനക്കാ.